നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ പാർട്ടികളും അണികളെല്ലാം തന്നെ പരമാവധി വോട്ടർമാരിലേക്ക് ചെന്നെത്തിയതിനുള്ള എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട്. അതിനിടയിൽ സർക്കാരിൻ്റെ അവർ നിർവഹിക്കേണ്ട പല കാര്യങ്ങളും അവിടെ തന്നെ കിടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പെൻഷൻ. ഇപ്പോഴും മാസങ്ങളായി പെൻഷൻ തുക കൊടുക്കാതെ വിട്ടിരിക്കുകയാണ്. ഒരുപാട് തുകയാണ് ഇത്തരത്തിൽ കുടിശ്ശികയായി ഇട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു പെൻഷൻ വാങ്ങുന്നവരെന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. പ്രായമായവരും ജോലിക്ക് പോകാൻ സാധിക്കാത്തതും മക്കൾ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരെല്ലാമാണ് ഇത്തരത്തിൽ പെൻഷനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അവർക്കാണ് ഇത്തരത്തിൽ സർക്കാർ പെൻഷൻ കൊടുക്കാതെ അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പണമില്ല, ഖജനാവിൽ പണമില്ല എന്നൊക്കെ പറയുമ്പോഴും സർക്കാരിന്റെ പല ധൂർത്തുകളും നടത്താനായിട്ട് ഇവിടെ ആവശ്യത്തിലേറെ പണമാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരള ജനത. പക്ഷേ ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ അവരുടെ ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ മലർത്തുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത്. അത്രയേറെ മോശപ്പെട്ട ഒരു ഭരണമാണ് സർക്കാർ കാഴ്ചവെക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. ഏതായാലും ഇപ്പോൾ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് റോഡിൽ കസേരയിൽ ഇന്ന് പ്രതിഷേധിച്ച 90-കാരിയായിട്ടുള്ള ഒരു അമ്മ മരിച്ചു പോയിരിക്കുകയാണ്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കാതെയാണ് HPC റോഡരികിൽ താമസിക്കുന്ന പൊന്നമ്മ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മരിച്ചത്. ഫെബ്രുവരി 8-നാണ് പൊന്നമ്മ വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെതിരെ റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചത്. അതിനു മുൻപ് മറിയക്കുട്ടി ഇത്തരത്തിൽ ഒരു പിച്ചച്ചട്ടി എടുത്ത് പെൻഷൻ ലഭിക്കാത്തതിനെതിരെ റോഡിൽ ഭിക്ഷയെടുക്കുന്ന അല്ലെങ്കിൽ കടകൾ തോറും ഭിക്ഷയെടുക്കുന്ന ഒരു വീഡിയോയെല്ലാം തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ നമ്മുടെ ഈ കേരളം ചർച്ച ചെയ്തതാണ്. അപ്പോഴെല്ലാം തന്നെ അവരെ വ്യക്തിഹത്യ ചെയ്യാനായിരുന്നു ഈ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അല്ലാതെ അവരുടെ പെൻഷൻ കൊടുത്തു തീർക്കാനൊന്നും ഇവർക്ക് യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയായിരുന്നു മാസങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു ഇത്തരത്തിൽ പൊന്നമ്മയും അവർക്ക് പ്രായത്തിൻ്റെതായ പല അവശതകളുണ്ട്, നടക്കാൻ പോലും മര്യാദയ്ക്ക് വയ്യാത്ത ആ അമ്മയാണ് ഇത്തരത്തിൽ റോഡിലിരുന്ന് തനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, തനിക്ക് മരുന്ന് വാങ്ങാൻ പൈസയില്ല, തനിക്ക് ഭക്ഷണത്തിനുള്ള യാതൊരു വിധത്തിലുള്ള വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോഡിലിറങ്ങി ഒരു കസാരയിട്ട് പ്രതിഷേധിച്ചത്. കൂലിപ്പണിക്കാരനായ മകൻ മായനോടൊപ്പമായിരുന്നു പൊന്നമ്മ കഴിഞ്ഞിരുന്നത്. പെൻഷൻ മുടങ്ങിയതോടെയാണ് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടായത്. അതേ തുടർന്നായിരുന്നു അവശതകൾക്കിടയിലും പൊന്നമ്മ റോഡിലിരുന്ന് പ്രതിഷേധിച്ചത്. 2 മണിക്കൂറിന് ശേഷം പോലീസ് എത്തി ഇവരെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് അയച്ചു. പിറ്റേന്ന് രാവിലെ കോൺഗ്രസ് പ്രവർത്തകർ പൊന്നമ്മയുടെ വീട്ടിലെത്തി വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും 1 മാസത്തെ പെൻഷനും നൽകി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൊന്നമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകനായ മട്ടാഞ്ചേരി സ്വദേശി മുകേഷ് ജെയിൻ പൊന്നമ്മയുടെ വീട്ടിലെത്തി വസ്ത്രങ്ങളും സാമ്പത്തിക സഹായവും നൽകി. കൂടാതെ സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ പൊന്നമ്മയ്ക്ക് കോൺഗ്രസ് പെൻഷൻ നൽകുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു വാഗ്ദാനം ചെയ്തിരുന്നു. 1 മാസത്തെ പെൻഷൻ കോൺഗ്രസ് അന്ന് നൽകിയിരുന്നു. സമരത്തിന് ശേഷം സർക്കാരിന്റെ 1 മാസത്തെ പെൻഷൻ മാത്രമാണ് പൊന്നമ്മയ്ക്ക് ലഭിച്ചത്. ബാക്കി 6 മാസത്തോളമുള്ള പെൻഷനാണ് ബാക്കി ലഭിക്കാനുണ്ടായിരുന്നത്. അത് വാങ്ങാൻ നിൽക്കാതെയാണ് ഈ ഒരു പൊന്നമ്മ യാത്രയായത്. മറിയക്കുട്ടിയുടെ കേസ് വന്നപ്പോൾ നമുക്കറിയാം, കോടതി വരെ പറഞ്ഞത് സർക്കാരിനോട് എന്നവർക്ക് അല്ലെങ്കിൽ എത്രയും വേഗം അവർക്കുള്ള പണം തിരികെ കൊടുക്കണമെന്നാണ്. കോടതിക്ക് അവരാണ് VIP-കളെന്ന്. പക്ഷേ എന്നിട്ട് പോലും ബാക്കിയുള്ള കുടിശ്ശികയൊന്നും ഇതുവരെ സർക്കാർ കൊടുത്തു തീർത്തിട്ടില്ല. അതിനുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. വളരെ പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങി അവരുടെ ജീവിതം മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളെ എല്ലാം തന്നെ ഇത്തരത്തിൽ തട്ടിക്കളിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇനിയും എത്രത്തോളം ഇതുപോലെയുള്ള അമ്മമാർ പെൻഷൻ കിട്ടാതെ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വഴിയില്ലാതെ ഇത്തരത്തിൽ സമരത്തിനായി ഇറങ്ങുവാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും എന്നുള്ളതെല്ലാം നമുക്കൊരു ചോദ്യചിഹ്നമാണ്.